ഹായ് ഡിയേഴ്സ്, നീറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദർശന അക്കാഡമിയുടെ നീറ്റ് ഫ്ലിക്സ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4ഉം ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററുകളാണ്. ഫസ്റ്റ് ഇയറിൽ നിന്ന് ഹൈഡ്രോ കാർബൺ, സെക്കൻഡ് ഇയറിൽ നിന്ന് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈഥർ, ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബണൈൽ കോമ്പൗണ്ട്സ്. ആദ്യം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള നീറ്റ് എക്സാമിനേഷനിലുള്ള ഈ ചാപ്റ്ററുകളുടെ വെയിറ്റേജ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഹൈഡ്രോ കാർബൺ 2020 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ ഹൈഡ്രോ കാർബണിന്റെ ചാപ്റ്ററിനകത്ത് നിന്ന് 3, 3, 2, 1, 2 ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഈ ചാപ്റ്ററിൽ നിന്ന് 2020-21 കാലഘട്ടത്തിൽ 3 ക്വസ്റ്റ്യനുകളും 22-23 4 ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷം മാത്രമാണ് 2 ക്വസ്റ്റ്യനിൽ ഒതുങ്ങിയത്. അപ്പം 4 പ്രധാനപ്പെട്ട കോർ ഓർഗാനിക് ചാപ്റ്ററുകളാണ് ഹൈഡ്രോ കാർബൺ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈഥർ, ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. നമുക്കിന്ന് ഈ ചാപ്റ്ററിലേക്ക് കുറച്ച് പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് പോകാം. ആദ്യമായി ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസിൽ 4 തരം ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, പിന്നെ ആൽക്കൈൻസ്. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഓരോ ഹൈഡ്രോ കാർബണുകളുടെയും പ്രിപ്പറേഷനും അവരുടെ കെമിക്കൽ റിയാക്ഷൻസും ഫിസിക്കൽ പ്രോപ്പർട്ടീസുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആൽക്കെയിൻസിലേക്ക് വന്നാൽ, ആസ് യു നോ ദാറ്റ് ആൽക്കെയിൻസ് ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വിത്ത് കാർബൺ സിംഗിൾ ബോണ്ട് ഒള്ളി. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളാണ്. കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ടെട്രാഹൈഡ്രലാണ് ഷേപ്പ്. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പാരഫിൻ എന്നും പറയാറുണ്ട്. ഇപ്പൊ ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസ് ആണ്. കാർബൺ ഡബിൾ ബോണ്ടുകളുള്ള ആൽക്കീൻസിനെ റിഡക്ഷൻ നടത്തുകയാണ്, ഹൈഡ്രോജനേഷൻ നടത്തുകയാണ്. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം പോലുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രോജനേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തെ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ ആണ്. ഇറ്റ് ഈസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡ്, 2 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയത്തിന്റെയും ഡ്രൈ ഈഥറിന്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ കറസ്പോണ്ടിങ് ഈവൻ നമ്പർ കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻസ് കിട്ടും. ഇതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് സാധാരണ വുഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കാറില്ല. മൂന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആസിഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ്. അത് 2 പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ ആണ്. ഒന്ന് ഡീകാർബോക്സിലേഷൻ, 2 കോൾഡ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. ഡീകാർബോക്സിലേഷൻ, സോഡ ലൈമിന്റെ പ്രസൻസിൽ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്ത് സോഡിയം കാർബണേറ്റും ആൽക്കെയിൻസും പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. 4ാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എന്നുള്ള 2ാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡാണ് കോൾഡ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ആനോഡിൽ ആൽക്കെയിൻസും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാഥോഡിലാണ് ഹൈഡ്രോജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. NaOH സൊല്യൂഷനിൽ ഉണ്ടാകുന്നുണ്ട്. ഈ റിയാക്ഷന്റെ മെക്കാനിസം ഉൾപ്പെടെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പം 4 പ്രധാനപ്പെട്ട റിയാക്ഷനുകൾ പ്രിപ്പറേഷന്റെ കൂട്ടത്തിലുണ്ട്. 4ഉം ഓർത്തിരിക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ആൽക്കെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അവരുടെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ്. ആൽക്കെയിൻസുകളുടെ ബോയിലിംഗ് പോയിന്റ് സ്ട്രേറ്റ് ചെയിൻ ആൽക്കെയിനുകൾക്ക് കൂടുതലായിരിക്കും, ബ്രാഞ്ചിങ്ങിന് കൂടുതലായിരിക്കും. അത് ഐസോമറിക് ആൽക്കെയിൻസിന്റെ കേസിൽ. നോർമലായ ഒരു ആൽക്കെയിൻ തരികയാണെങ്കിൽ കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ്. In the case of isomeric alkanes, boiling point of straight chain alkane is higher than that of branching. Branching അനുസരിച്ച് കുറഞ്ഞു വരും. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ 7 പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ആൽക്കെയിൻസിന്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. 7ഉം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒന്നാമത്തെ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമുക്കതിനെ മോണോ ഹാലജനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. അതിൽ മെക്കാനിസം ഉൾപ്പെടെയാണ് NCERT പറഞ്ഞിരിക്കുന്നത്. ഇനിസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ, ഈ 3 മെക്കാനിസം ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മോണോ ഹാലജനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് NCERT അത് പറഞ്ഞിരിക്കുന്നത്. മീഥേനിലേക്ക് Cl2 ആഡ് ചെയ്തു. സൺലൈറ്റിന്റെ പ്രസൻസിൽ മീഥൈൽ ക്ലോറൈഡ് കിട്ടി. ഇതോടൊപ്പം തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ട് CH3 ഡോട്ട് ഉണ്ടായി, Cl ഡോട്ട് ഉണ്ടായി. ഇതിന്റെ എല്ലാം മെക്കാനിസം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓർത്തിരിക്കേണ്ടത്. രണ്ടാമത്തത് കംപ്ലീറ്റ് കമ്പഷൻ റിയാക്ഷൻ ആണ്.
ആൽക്കെയിൻസ് ജനറലി CnH2n+2 ആണ്. ആൽക്കെയിൻസിനെ 3n+1/2 O2 gives NCO2 plus n+1 H2O എന്നാണ്. അപ്പൊ ആൽക്കെയിനിലെ ഓക്സിഡേഷൻ നടത്തി കഴിയുമ്പോഴേക്കും അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. കംപ്ലീറ്റ് കമ്പഷൻ റിയാക്ഷൻ. ഇതോടൊപ്പം ഓർത്തിരിക്കേണ്ടത് കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ആൽക്കെയിൻസിനെ മറ്റു പല ഫംഗ്ഷണൽ ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ആൽക്കെയിൻസിനെ കോപ്പർ പൗഡർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കഹോളുകളായിട്ട് മാറ്റാൻ പറ്റും. മോളിബ്ഡിനം ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡുകളാക്കി മാറ്റാൻ പറ്റും. ആൽക്കെയിൻസിലേക്ക് മാംഗനസ് അസറ്റേറ്റ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആസിഡ് ആയിരിക്കും അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. നമ്മൾ ഇതിനെ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത റിയാക്ഷൻ ആണ് ഐസോമറൈസേഷൻ റിയാക്ഷൻ. അലുമിനിയം ക്ലോറൈഡും HCl ഉപയോഗിച്ച് 4ൽ കൂടുതൽ കാർബണോ ഉള്ള ആൽക്കെയിൻസുകളെ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ചെയിൻ ഐസോമർ ആയിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടേൻ ആണ്, നോർമൽ ബ്യൂട്ടേൻ റിയാക്ട് ചെയ്യുകയാണ് അലുമിനിയം ക്ലോറൈഡും HCl ഉപയോഗിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐസോ ബ്യൂട്ടേൻ ആയിട്ട് മാറും. നോർമൽ പെന്റേൻ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഐസോ പെന്റേന്റെയും നിയോ പെന്റേന്റെയും മിക്സർ ആയിട്ടായിരിക്കും മാറേണ്ടത്. ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ഐസോമറൈസേഷൻ റിയാക്ഷൻ. അഞ്ചാമത്തത് റിയാക്ഷൻ വിത്ത് സ്റ്റീം. വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻസ് ആണ്. കാർബൺ മോണോക്സൈഡും H2 ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷനും ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ആ റിയാക്ഷൻ കൊടുത്തിരിക്കുന്നത്. 6 അരോമാറ്റൈസേഷൻ റിയാക്ഷൻ. 6ൽ കൂടുതൽ കാർബണോ ഉള്ള ആൽക്കെയിൻസുകളിലേക്ക് മോളിബ്ഡിനം ഓക്സൈഡ്, ക്രോമിയം ഓക്സൈഡ്, വനേഡിയം പെന്റോക്സൈഡ് സപ്പോർട്ടഡ് ഓവർ അലുമിന റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 കാർബണാറ്റം ഉള്ള ആൽക്കെയിൻ ആണ്. ഹെക്സേൻ ആണെങ്കിൽ ബെൻസീൻ ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടേണ്ടത്. 7 കാർബണാറ്റമുള്ള ഹെപ്റ്റേൻ ആണെങ്കിൽ ടൊളുവിൻ കിട്ടും, സൈലീൻ കിട്ടും, നാഫ്തലീൻ കിട്ടും. അങ്ങനെ സീരീസിനനുസരിച്ച് പ്രോഡക്റ്റിന് വ്യത്യാസം വരും. അപ്പൊ മിനിമം 6 കാർബണാറ്റം എങ്കിലും ഉള്ള ആൽക്കെയിൻസ് ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് അരോമാറ്റിക് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. 7ാമത്തെ റിയാക്ഷൻ ആണ് പൈറോളിസിസ് അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഹെവി മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കെയിനെ സിമ്പിൾ യൂണിറ്റിലുള്ള ആൽക്കെയിൻസിന്റെയും ഒക്കെ മിക്സർ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് പൈറോളിസിസ് അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ആൽക്കെയിൻസിൽ 7 റിയാക്ഷൻസ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിക്കാനുള്ളത്. 1 ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, 2 കംപ്ലീറ്റ് കമ്പഷൻ റിയാക്ഷൻ, 3 കൺട്രോൾഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ, 4 ഐസോമറൈസേഷൻ റിയാക്ഷൻ, 5 റിയാക്ഷൻ വിത്ത് സ്റ്റീം, 6 അരോമാറ്റൈസേഷൻ റിയാക്ഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പൈറോളിസിസ് അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയും. ഹെവി മാസ് ഉള്ളതിനെ സിമ്പിൾ യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോ കാർബണിന്റെ 2ാമത്തെ ഭാഗമാണ് ആൽക്കീൻസ്. ഇവിടെയും ആൽക്കീൻസിന്റെ പ്രിപ്പറേഷനും കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിക്കേണ്ടത്. നീറ്റ് പരീക്ഷയുടെ ഒരു എൻറ്റയർ സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യനുകളും ആൽക്കീൻസിനാണ് സാധാരണ കണ്ടുവരാറുള്ളത്. എസ്പെഷ്യലി ഓസനോളിസിസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചുള്ള ഓക്സിഡേഷൻ, മാർക്കോണിക്കോഫ്, ആന്റി മാർക്കോണിക്കോഫ്, ആ രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ അവിടെ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ പ്രിപ്പറേഷനകത്ത് പറയുകയാണെങ്കിൽ 1ാമത്തത് ആൽക്കൈൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. അവിടെയാണ് നിങ്ങൾ ലിൻലാർ കാറ്റലിസ്റ്റ്, അതുപോലെ റോസൻമൺ കാറ്റലിസ്റ്റ്, സോഡിയം ലിക്വിഡ് അമോണിയ എന്നുള്ള റിയാക്ഷൻ പഠിച്ചിരുന്നത്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൽക്കൈനിലേക്ക് അൺസിമെട്രിക് ഒരു ഇടയ്ക്ക് ഡബിൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കൈനിലേക്ക് റിഡക്ഷൻ നടത്തുകയാണ് എങ്കിൽ അതിലെ ആൽക്കൈനിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് ആൽക്കീൻ ആയിട്ട് മാറും. യൂസ് ചെയ്തത് ലിൻലാർ കാറ്റലിസ്റ്റ് ആണ് എങ്കിൽ കിട്ടുന്നത് എപ്പോഴും സിസ് ആൽക്കീൻ ആയിരിക്കും. ലിൻലാർ കാറ്റലിസ്റ്റ് സിസ് ആൽക്കീൻ ആയിരിക്കും തരുന്നത്. ലിൻലാർ കാറ്റലിസ്റ്റ് സിസ് ആൽക്കീൻ തരും. അതേപോലെ ബിർച്ച് റിഡക്ഷൻ സോഡിയം ലിക്വിഡ് അമോണിയം ആണ് എങ്കിൽ കിട്ടുന്നത് ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും. ബിർച്ച് റിഡക്ഷൻ ആണെങ്കിൽ ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ലിൻലാർ കാറ്റലിസ്റ്റ് സിസ് ആൽക്കീനും ബിർച്ച് റിഡക്ഷൻ സോഡിയം ലിക്വിഡ് അമോണിയം ആണെങ്കിൽ അത് ട്രാൻസ് ആൽക്കീൻ. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ആൽക്കൈൻസിന്റെ റിയാക്ഷന്റെ കൂട്ടത്തിലും പഠിക്കാവുന്നതാണ്. 2ാമത്തത് ആൽക്കൈൽ ഹാലൈഡ്. ഇപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, CH3CH2Cl. ആൽക്കൈൽ ഹാലൈഡിലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ നടന്ന് കറസ്പോണ്ടിങ് ആൽക്കീൻസുകളായിട്ട് മാറും. എലിമിനേഷൻ റിയാക്ഷൻ നടക്കും. അവിടെയാണ് നമ്മൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷനും സെയ്റ്റ്സഫ് റൂളും ഒക്കെ പഠിച്ചിരുന്നത്. 3ാമത്തെ പ്രിപ്പറേഷൻ ആണ് വിസിനൽ ഡൈഹാലൈഡിലേക്ക് സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കീൻസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. 4 ആൽക്കഹോൾ CH3CH2OH എത്തനോൾ എടുത്തു. എത്തനോൾ ആൽക്കഹോളിനേക്ക് ഇതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് പോലത്തെ ഏതെങ്കിലും
ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ എലിമിനേറ്റ് ചെയ്യും, കറസ്പോണ്ടിങ് ആൽക്കീൻസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ആൽക്കീൻസ് CH2 ഡബിൾ ബോണ്ട് CH2 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഓർത്തിരിക്കുക, ആൽക്കീൻസിന്റെ 4 പ്രിപ്പറേഷൻ മെത്തേഡാണ്. ഒന്ന് ആൽക്കൈൻസ് എന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്, അതിന്റെ റിഡക്ഷൻ ആണ്. രണ്ടാമത്തത് ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്, ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുമ്പോൾ ഉള്ളത്. 3 വിസിനൽ ഡൈഹാലൈഡിനെ വിസിനൽ ഡൈഹാലൈഡിലേക്ക് സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ. 4 ഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്, ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ. കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ ആൽക്കീൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടീസ് അവരുടെ അഡീഷൻ റിയാക്ഷൻസ് തന്നെയാണ്. ആൽക്കീൻസിന്റെ അഡീഷൻ റിയാക്ഷൻ, ആൽക്കീൻസിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോഴേക്കും ഹൈഡ്രജൻ ആറ്റം ആഡ്സ് ടു ദി കാർബൺ ആറ്റം വിത്ത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഹാലജൻ ആറ്റം ആഡ്സ് ടു ദി കാർബൺ ആറ്റം വിത്ത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, കോൾഡ് മാർക്കോണിക്കോഫ് അഡീഷൻ. അപ്പൊ ഇവിടെ മാർക്കോണിക്കോഫ് അഡീഷൻ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് HX ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡബിൾ ബോണ്ടിന്റെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് ഹൈഡ്രജനും കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് ഹാലജനും ആഡ് ചെയ്യുന്നു. നമ്മൾ അതിനെ മാർക്കോണിക്കോഫ് അഡീഷൻ എന്ന് വിളിക്കും. ഇനി അത് HBrഉം പെറോക്സൈഡിന്റെ പ്രസൻസ് ആണെങ്കിൽ ഈ റിയാക്ഷന്റെ ഓപ്പോസിറ്റ് നടക്കും. നമ്മൾ അതിനെ ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ, പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ കെറാഷ് ഇഫക്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഹോട്ട് KMnO4 ഉണ്ട്, കോൾഡ് KMnO4 ഉണ്ട്. ഹോട്ട് KMnO4 ആണ് എങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോഴേക്കും എവിടെയാണോ ഡബിൾ ബോണ്ട് ഉള്ളത് ആ ഡബിൾ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. 2 പോർഷനിലേക്കും ഓരോ ഓക്സിജൻ കൊടുത്തു. അപ്പൊ ഇവിടെ ലെഫ്റ്റ് പോർഷൻ CH3CHOയും റൈറ്റ് പോർഷൻ HCHO ആണ്. സിൻസ് ഹോട്ട് KMnO4 is a strong oxidizing agent, so as aldehyde produced will further oxidize to corresponding carboxylic acid. അപ്പൊ ആൽഡിഹൈഡ് ഉണ്ടായ CH3CHO അസറ്റാൽഡിഹൈഡിന് വീണ്ടും ഓക്സിഡേഷൻ നടന്ന് അത് അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. ഇനി ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ അത് ഫോർമിക് ആസിഡ് ആയിട്ട് മാറും. ഫോർമിക് ആസിഡ് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്യും. അടുത്തത് ഓസനോളിസിസ്. ഇതേ പ്രോസസ് തന്നെ. ഹോട്ട് KMnO4 ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഹോട്ട് KMnO4 ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആൽഡിഹൈഡും കീറ്റോണും കിട്ടും. ആൽഡിഹൈഡുകളാണ് എങ്കിൽ ഫർദർ ഓക്സിഡൈസ് ചെയ്ത് അത് ആസിഡായി പോകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ആൽഡിഹൈഡ് സ്റ്റേജിലും കീറ്റോണിക് സ്റ്റേജിലും അങ്ങനെ തന്നെ അത് നിലനിൽക്കും. അത്രയൊരു വ്യത്യാസമുള്ളൂ. ഫോർ എക്സാമ്പിൾ CH3CH ഡബിൾ ബോണ്ട് CH2, CH3CH ഡബിൾ ബോണ്ട് CH2. ഇതിനെ ഓസനോളിസിസ് നടത്തി കഴിയുമ്പോഴേക്കും ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 പോർഷനിലേക്കും ഓക്സിജൻ കൊടുത്തു. CH3CHOയും HCHOയും നമുക്ക് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓർത്തിരിക്കുക. പോളിമറൈസേഷൻ റിയാക്ഷൻ. N molecules of alkenes ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും പോളിമറൈസേഷൻ നടത്തുമ്പോഴേക്കും കറസ്പോണ്ടിങ് പോളി കോമ്പൗണ്ട് ആയിട്ട് മാറും. അത് ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന N ഈഥീൻ ആണ് എങ്കിൽ അത് പോളി ഈഥീൻ അല്ലെങ്കിൽ പോളി എത്തിലീൻ ആയിട്ട് മാറും. അപ്പൊ അഡീഷൻ റിയാക്ഷൻ, അതുപോലെ ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓസനോളിസിസ് റിയാക്ഷൻ, പോളിമറൈസേഷൻ റിയാക്ഷൻ, ഇതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ആണ് വിത്ത് മെക്കാനിസം ഉൾപ്പെടെ. ഇനി ആൽക്കൈൻസിലേക്ക് വരികയാണെങ്കിൽ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ NCERTയിൽ 2 പ്രിപ്പറേഷനുകൾക്കാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്തു. കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽഷ്യം കാർബൈഡ് CaC2 will react with 2 molecules of H2O to give C2H2 plus CaOH twice. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനോടൊപ്പം അസറ്റ്ലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അസറ്റ്ലീൻ അല്ലെങ്കിൽ അസറ്റ്ലീന്റെ പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തത് വിസിനൽ ഡൈഹാലൈഡ്. സെയിം കാർബൺ, അടുത്തടുത്ത കാർബൺ ആറ്റങ്ങളെ ഹാലജൻ വരുമ്പോഴാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കുന്നത്. വിസിനൽ ഡൈഹാലൈഡിനെ ആദ്യത്തെ സ്റ്റെപ്പിൽ ആൽക്കഹോളിക് KOHുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു HBr എലിമിനേറ്റ് ചെയ്തു പോയി. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു HBr എലിമിനേറ്റ് ചെയ്തു പോയി. അടുത്ത സ്റ്റെപ്പിൽ അതിലേക്ക് സോഡ അമൈഡ് ആഡ് ചെയ്തു, NaNH2 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു HBr കൂടെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറസ്പോണ്ടിങ് ആൽക്കൈൻസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷനകത്ത് 2 മെത്തേഡാണുള്ളത്. ഒന്ന്, കാൽഷ്യം കാർബൈഡ് റിയാക്ട് വിത്ത് വാട്ടർ. 2, വിസിനൽ ഡൈഹാലൈഡിലേക്ക് ആൽക്കഹോളിക് KOHും NaNH2ഉം ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 2 സ്റ്റെപ്പുകൾ 2 മോളിക്യൂൾ ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആൽക്കൈൻസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. 2 പ്രിപ്പറേഷൻ മെത്തേഡ്.
ഇനി ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ആദ്യത്തത് അഡീഷൻ ഓഫ് വാട്ടർ ആണ്. അപ്പൊ അഡീഷൻ ഓഫ് വാട്ടർ പറയുമ്പോഴേക്കും ആദ്യത്തെ ഓർത്തിരിക്കേണ്ടത് ഇഥൈനാണ്. ഇതേ റിയാക്ഷൻ തന്നെ ആൽഡിഹൈഡിന്റെ ചാപ്റ്ററിലും പ്രിപ്പറേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇഥൈൻ എടുത്തു, CH ട്രിപ്പിൾ ബോണ്ട് CH. ഇഥൈനിലേക്ക് HgSO4ഉം H2SO4ഉം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വാട്ടർ ആണ് അവിടെ അഡീഷൻ നടക്കേണ്ടത്. CH2 ഡബിൾ ബോണ്ട് CHOH എന്ന് പറയുന്ന ഒരു ഈനോൾ കിട്ടും. ഈ ഈനോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അതിനെ ടോട്ടോമറൈസ് ചെയ്ത് കറസ്പോണ്ടിങ് ആൽഡിഹൈഡുകളോ കീറ്റോണുകളോ ആയിട്ട് മാറും. നമ്മൾ ഈ റിയാക്ഷന് കുച്ചിറോൾസ് റിയാക്ഷൻ ഒക്കെയാണ് വിളിക്കുന്നത്. വാട്ടറിന്റെ അഡീഷൻ പേര് പറയുമ്പോൾ ആ വാട്ടറിന്റെ അഡീഷൻ എന്ന് പറയും. പക്ഷെ ആരോ മാർക്കിൽ കൊടുക്കുന്ന റിയേജന്റ് HgSO4ഉം H2SO4ഉം തന്നെയായിരിക്കും. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് സൈക്ലിക് പോളിമറൈസേഷൻ ആണ്. ആൽക്കൈൻസിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കൈൻസ് ആയിട്ടുള്ള ഇഥൈൻ അല്ലെങ്കിൽ അസെറ്റ്ലീനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് സൈക്ലിക് പോളിമറൈസേഷൻ നടന്ന് കറസ്പോണ്ടിങ് ബെൻസീൻ ആയിട്ട് മാറും. ബെൻസീന്റെ ഒരു പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. പല റിയാക്ഷനുകളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഇത് പറയാറുണ്ട്. But 3 molecules of acetylene when passed through acetylene vapor when passed through red hot iron tube അവര് മ്യൂച്വലി സൈക്ലൈസേഷൻ റിയാക്ഷൻ നടത്തിയിട്ട് കറസ്പോണ്ടിങ് ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് സൈക്ലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹൈഡ്രോ കാർബണുകളാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അപ്പൊ ആദ്യത്തെ 3 ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കീൻസ്, ആൽക്കെയിൻസ്, ആൽക്കൈൻസ്, ദെൻ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അരോമാറ്റിക് ഹൈഡ്രോ കാർബണിൽ ബെൻസീനെ പറ്റിയാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബെൻസീന്റെ 3 പ്രധാനപ്പെട്ട പ്രിപ്പറേഷനുകളാണുള്ളത്. ഒന്നാമത് ഇപ്പൊ തന്നെ പറഞ്ഞു, സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഇഥൈൻ. അസെറ്റ്ലീൻ അല്ലെങ്കിൽ ഇഥൈന്റെ സൈക്ലിക് പോളിമറൈസേഷൻ. 3 molecule of acetylene gas when passed through red hot iron tube you will get benzene as the product. രണ്ടാമത്തത് ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം ബെൻസോയിറ്റ്. സോഡിയം ബെൻസോയിറ്റിലേക്ക് സോഡ ലൈം ആഡ് ചെയ്തു, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും കാൽഷ്യം ഓക്സൈഡിന്റെയും മിക്സർ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ യു വിൽ ഗെറ്റ് ബെൻസീൻ. സോഡിയം കാർബണേറ്റ് എലിമിനേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ബെൻസീൻ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മൂന്നാമത്തത് ഫീനോളിനെ സിങ്ക് ഡസ്റ്റ് ഉപയോഗിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ സിങ്ക് ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് ഫീനോളിൽ ബെൻസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ 3 പ്രിപ്പറേഷൻ ആണ് ബെൻസീൻ ഉള്ളത്. ഒന്ന് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് അസെറ്റിലീൻ, 2 ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം ബെൻസോയിറ്റ്, 3 ഫീനോൾ റിയാക്ട് വിത്ത് സിങ്ക് ഡസ്റ്റ്. ഫീനോൾ സിങ്ക് ഡസ്റ്റുമായിട്ടുള്ള റിയാക്ഷൻ. ഇത് 3ഉമാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻസ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ അഡീഷൻ റിയാക്ഷൻ ആണ്. പൊതുവായി ബെൻസീൻ റിംഗ് നോർമൽ കേസുകളിൽ അഡീഷൻ റിയാക്ഷൻ തരാറില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ക്ലോറിനോ ബ്രോമിനോ പോലുള്ള അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നിക്കൽ പോലുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലായിരിക്കണം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന റിയാക്ഷനിൽ ബെൻസീനിലേക്ക് റിഡക്ഷൻ നടത്താൻ വേണ്ടി 3 ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. അപ്പൊ ബെൻസീനിലെ ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് സൈക്ലോ ഹെക്സേൻ ആക്കി മാറ്റാൻ പറ്റും. മറ്റൊരു അഡീഷൻ റിയാക്ഷൻ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പൊ അവിടെ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, ഗമക്സേൻ, ലിൻഡേൻ എന്നൊക്കെ പറയുന്ന ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തെ ടൈപ്പ് പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അരോമാറ്റിക് കോമ്പൗണ്ടുകളുടെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ കൂടിയാണ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കലേഷൻ, ഹാലോജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കലേഷൻ, ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ, ഇത്രയും റിയാക്ഷനുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ടൈപ്പ് റിയാക്ഷൻ ആണ് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കലേഷൻ. അപ്പൊ ഞാനിവിടെ എടുത്തത് ബെൻസീൻ ആണ്. ബെൻസീനിലേക്ക് മീഥൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്, CH3Cl ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ CH3Cl അലുമിനിയം ക്ലോറൈഡ്, ലൂയിസ് ആസിഡ് ആയിട്ടുള്ള അലുമിനിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്ത് CH3+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോഫൈൽ ബെൻസീൻ റിംഗിലെ ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ അങ്ങ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ടൊളുവീൻ അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പകരം നിങ്ങൾ അസൈൽ ഗ്രൂപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് അസൈൽ ഹാലൈഡ് ആയിരിക്കും. അസൈൽ ഹാലൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് കീറ്റോണുകളായിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് വരേണ്ടത്. അടുത്തത് ഇതൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. In the following reaction, acetylene when passed through red hot iron tube will give എയിലേക്ക് CH3CH2CH2Cl ആഡ് ചെയ്തിട്ടുണ്ട്, ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അപ്പൊ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. എന്താണ് സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നമുക്കറിയാം അസറ്റ്ലീനിലേക്ക് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ അസറ്റ്ലീൻ കടത്തി വിട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഇവിടുത്തെ ബെൻസീൻ ആണ്. രണ്ടാമത്തത് ബെൻസീനിലേക്ക് ഒരു ആൽക്കൈൽ ഹാലൈഡ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കേണ്ടത് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ആണ്. ഇപ്പൊ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷന്റെ മെക്കാനിസം ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ CH3 CH2 CH2 Cl ഇതിലേക്ക് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ AlCl4 മൈനസ് എലിമിനേറ്റ് ചെയ്യുന്നു. ഇതോടൊപ്പം CH3 CH2 CH2 പ്ലസ് എന്ന് പറയുന്ന കാർബോകാറ്റയോൺ പ്രൊഡ്യൂസ് ചെയ്തു. ഇതൊരു പ്രൈമറി കാർബോകാറ്റയോൺ ആയതിനാൽ റീഅറേഞ്ച്മെന്റ് നടക്കും. പ്രൈമറി കാർബോകാറ്റയോൺ റീഅറേഞ്ച് ചെയ്ത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയ സെക്കൻഡറിയിലേക്ക് മാറും. നൗ ഇറ്റ് ഈസ് സെക്കൻഡറി കാർബോകാറ്റയോൺ. ഈ കാർബോകാറ്റയോൺ ആണ് ബെൻസീൻ റിംഗിലേക്ക് വന്ന് ബോണ്ട് ചെയ്യേണ്ടത്. ബെൻസീൻ റിംഗിലേക്ക് ഈ കാർബോകാറ്റയോൺ ആയ CH3 CH പ്ലസ് CH3 വന്ന് ബോണ്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ അല്ലെങ്കിൽ ക്യുമീൻ ആയിരിക്കും അവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് നോർമൽ റിയാക്ഷൻ അല്ല, ഒരു റീഅറേഞ്ച്മെന്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകമായിട്ട് നോക്കി പഠിച്ചേക്കണം. ടെക്സ്റ്റിൽ പ്രത്യേകം ഇങ്ങനെ ഒരു റിയാക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ക്യുമീൻ ആയിരിക്കും. കണ്ടോ, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, കാർബോകാറ്റയോൺ കിട്ടുന്ന റിയാക്ഷനുകളിൽ റീഅറേഞ്ച്മെന്റ് നടത്തിയിരിക്കണം. അടുത്തത് അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത റൂളാണ് ഹക്കിൾസ് റൂൾ. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ തന്നെ അത് നോക്കാം. അപ്പൊ ഹക്കിൾസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി പറയുന്നത് ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകണമെങ്കിൽ അത് സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് 4n+2 പൈ ഇലക്ട്രോൺസ് എന്നാണ്. ശരിയല്ലേ? 4n+2 പൈ ഇലക്ട്രോൺസ്. എന്നിന് 0 ആണെങ്കിൽ 2 പൈ ഇലക്ട്രോൺസ്, 1 ആണെങ്കിൽ 6 പൈ ഇലക്ട്രോൺസ്, 2 ആണെങ്കിൽ 10 പൈ ഇലക്ട്രോൺസ്, 14 പൈ ഇലക്ട്രോൺസ് എക്സെട്ര. അങ്ങനെയായിരിക്കണം പൈ ഇലക്ട്രോൺസ് വരേണ്ടത് ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആകണമെങ്കിൽ. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ഓൾറെഡി റിംഗിനകത്ത് 3 ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പം 6 പൈ ബോണ്ട് ഉണ്ട്. സിൻസ് നെഗറ്റീവ്ലി ചാർജഡ് സ്പീഷീസ് ആണ്, ആനിയോൺ ആയതിനാൽ ഈ 2 ഇലക്ട്രോൺ കൂടെ ചേർത്ത് വേണം എടുക്കാൻ വേണ്ടി. അപ്പൊ 8 പൈ ഇലക്ട്രോൺസ് എന്ന് വരും. അപ്പോൾ ഓൾറെഡി 3 പൈ ഇലക്ട്രോൺസും നെഗറ്റീവ് ചാർജ് ഉള്ളപ്പം 2 കൂടെ ചേർത്ത് 8 ആക്കണം. 8 പൈ ഇലക്ട്രോൺസ് ഇസ് നോട്ട് ആൻ അരോമാറ്റിക് സ്പീഷീസ്. രണ്ടാമത്തത് 2 പൈ ഇലക്ട്രോൺസ് റിംഗിനകത്ത് തന്നെയുണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, ആ 2 കൂടി എടുത്തപ്പോൾ 4 പൈ ഇലക്ട്രോൺസ്. 4 പൈ ഇലക്ട്രോൺ ഈസ് നോട്ട് അരോമാറ്റിക്. അടുത്തത് 2 4 6 പൈ ഇലക്ട്രോൺസ്. ശരിയല്ലേ? 6 പൈ ഇലക്ട്രോൺസ്. പക്ഷേ ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് എങ്കിൽ അത് നോൺ പ്ലാനാർ ആയിരിക്കില്ല. നോൺ പ്ലാനാർ ആയതിനാൽ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് അരോമാറ്റിക്. സോ ആൻസർ ഇസ് these are 6 പൈ ഇലക്ട്രോൺസ് പ്ലാനാറുമാണ്. 6 പൈ ഇലക്ട്രോൺസും പ്ലാനാറും വന്നിരിക്കുന്നതിനാൽ അതിന്റെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. ഫോർ എ കോമ്പൗണ്ട് ടു ബി അരോമാറ്റിക് ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ 4 കണ്ടീഷൻ. ഫസ്റ്റ് ഇസ് സൈക്ലിക് ആയിരിക്കുക, കോൺജുഗേറ്റഡ് ആയിരിക്കുക, പ്ലാനാർ ആയിരിക്കുക. ഇറ്റ് മസ്റ്റ് ഹാവ് 4n+2 പൈ ഇലക്ട്രോൺസ് റൂൾ. ഈ റൂൾ എല്ലാം ഒബേ ചെയ്യുന്നത് ഇക്കൂട്ടത്തിൽ 4ാമത്തെ സ്ട്രക്ചർ മാത്രമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രോ കാർബൺ ഉള്ള ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തത് സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ, വളരെ എളുപ്പമുള്ള ചെറിയൊരു ചാപ്റ്ററും കൂടിയാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. അപ്പൊ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കെയിനിലെ ഹൈഡ്രജനുകളെ റീപ്ലേസ് ചെയ്ത് കറസ്പോണ്ടിങ് ആയി ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടുകളാണ് ഹാലോ ആൽക്കെയിൻസ്. ഇനി ബെൻസീൻ റിംഗിലെ ഹൈഡ്രജൻ മാറി ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ഹാലോ അരീൻസ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് ആദ്യം ഒന്ന് പോകാം. അപ്പൊ ഹാലോ ആൽക്കെയിൻസിന്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ്. ROH എന്ന് പറയുന്ന ആൽക്കഹോളിലേക്ക് സിങ്ക് ക്ലോറൈഡും HCl ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, പിന്നെ SOCl2 ഒക്കെ ആഡ് ചെയ്യാം, തയനൈൽ ക്ലോറൈഡ് ഒക്കെ ഉപയോഗിക്കാം. കുറച്ചുകൂടെ ഏറ്റവും കൺവീനിയന്റ് ആയ മെത്തേഡിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ബാക്കിയുള്ളത് ഈസിലി എസ്കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്യൂറസ്റ്റ് ഫോമിൽ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിങ് RCl എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആൽക്കഹോളിലേക്ക് സിങ്ക് ക്ലോറൈഡും HCl ഉപയോഗിക്കാം, അല്ലെങ്കിൽ SOCl2 ഉപയോഗിക്കാം, PCl5 PCl3 അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ആൽക്കീൻസിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുക.
മാർക്കോണിക്കോഫ്, ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ റിയാക്ഷൻ നടത്തിയാലും നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, അതും ഹൈഡ്രോ കാർബണിനകത്തുള്ളതാ. മീഥേനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തു H2ന്റെ പ്രസൻസിൽ, അപ്പം മീഥൈൽ ക്ലോറൈഡ് കിട്ടും. മോണോ ഹാലജനേഷൻ റിയാക്ഷൻ നടത്തിയാലും കിട്ടുന്നത് ഹാലോ ആൽക്കെയിൻസ് ആയിരിക്കും. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷനാണ്, രണ്ട് നെയിം റിയാക്ഷനാണ്. ഒന്ന് ഫെൻകെൽസ്റ്റെയിൻ റിയാക്ഷനും രണ്ട് സ്വാർട്സ് റിയാക്ഷനും. ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ആൽക്കൈൽ ബ്രോമൈഡിലേക്ക് സോഡിയം അയഡൈഡും അസറ്റോണും ആഡ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആൽക്കൈൽ അയഡൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫെൻകെൽസ്റ്റെയിൻ റിയാക്ഷൻ എന്ന് പറയാം. ഇനി സ്വാർട്സ് റിയാക്ഷൻ ആണെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിലേക്ക് ഹെവി മെറ്റൽ ആയിട്ടുള്ള, ഞാനിപ്പോൾ ഇവിടെ Hg2F2 പോലത്തെ ഏതെങ്കിലും ഹെവി മെറ്റൽ ഫ്ലൂറൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽക്കൈൽ ഫ്ലൂറൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽക്കൈൽ ഫ്ലൂറൈഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് സ്വാർട്സ് റിയാക്ഷൻ. ആൽക്കൈൽ അയഡൈഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഫെൻകെൽസ്റ്റെയിൻ റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ ആകെപ്പാടെ ഹാലോ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഹാലോ അരീൻസിന്റെ പ്രിപ്പറേഷനാണ്. അപ്പൊ ഹാലോ അരീൻസിന്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിലേക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ ആറ്റം അതിന്റെ ഓർഡോയിലോ പാരയിലോ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് ടോളുവീൻ ആണെങ്കിൽ ഓർഡോ ക്ലോറോ ടോളുവീനും പാരാ ക്ലോറോ ടോളുവീനും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. രണ്ടാമത്തതാണ് സാൻമേയേഴ്സ് റിയാക്ഷൻ. സാൻമേയേഴ്സ് റിയാക്ഷൻ നമ്മൾ അമീൻസിന്റെ ചാപ്റ്ററിലും പഠിക്കുന്നതാണ്. സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞത് അനിലീനിലേക്ക് നൈട്രസ് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട് 0 to 5 degrees സെൽഷ്യസിൽ. അപ്പൊ അനിലീൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അനിലീൻ കറസ്പോണ്ടിങ് ഡൈസോണിയം സോൾട്ട് ആയിട്ട് മാറ്റാൻ പറ്റും. ഡൈസോണിയം സോൾട്ടിനെ കോപ്പർ ഹാലൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് നമുക്ക് ക്ലോറോ ബെൻസീനോ ബ്രോമോ ബെൻസീനോ കിട്ടും. അയഡോ ബെൻസീൻ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചതാണ് 50% പൊട്ടാസ്യം അയഡൈഡ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. ഇനി ഹാലോ ആൽക്കെയിൻസിന്റെ പ്രധാനപ്പെട്ട റിയാക്ഷനുകളാണ് അവരുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്, SN1 ഉണ്ട് SN2 ഉണ്ട്. അപ്പൊ എങ്ങനെയുള്ള ആൽക്കൈൽ ഹാലൈഡുകളാണ് SN1? എന്ത് ടൈപ്പാണ് SN2 തരുന്നത്? അപ്പൊ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡുകളാണ് സാധാരണയായിട്ട് SN2 റിയാക്ഷൻ തരാറുള്ളത്. ടെറിഷറി ആൽക്കൈൽ ഹാലൈഡുകളാണ് SN1 റിയാക്ഷൻ തരാറുള്ളത്. SN1ലാണെങ്കിൽ ഇൻവേർഷൻ റിയാക്ഷൻ, SN2ൽ ഇൻവേർഷൻ നടക്കും. SN2ൽ ഇൻവേർഷനും റിട്ടൻഷനും ഉള്ളതുകൊണ്ട് റെസിമൈസേഷൻ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ പ്രോഡക്റ്റുകൾ പറയുന്നത് SN1 മെക്കാനിസം 2 സ്റ്റെപ്പുകളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോകാറ്റയോണിന്റെ ജനറേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അറ്റാക്ക് ബൈ ദി ന്യൂക്ലിയോഫൈൽ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എ സ്ലോ സ്റ്റെപ്പ് which is a rate determining step which consists of only one type of reagent. That's why it is a mono അല്ലെങ്കിൽ മോണോ ന്യൂക്ലിയർ, അതല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. SN2 സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, ഇന്റർമീഡിയറ്റ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. രണ്ടുപേരുടെയും മെക്കാനിസം കമ്പയർ ചെയ്തിട്ട് വേണം SN1 SN2 മെക്കാനിസം പഠിക്കാൻ വേണ്ടി. SN2 മെക്കാനിസത്തിന് SN1ന്റെ ഓർഡർ ആണ് ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി. SN2 ആണെങ്കിൽ തിരിച്ചാണ്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആണ് ഓർഡർ. അപ്പം ഹാലജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തൊരു ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് 2 ടൈപ്പ് ഉണ്ട്, SN1 റിയാക്ഷനും ഉണ്ട്, SN2 മെക്കാനിസം ഉണ്ട്. SN1 എന്ത് ടൈപ്പ് ആൽക്കൈൽ ഹാലൈഡ് ആണ്, SN2 ഏത് ടൈപ്പ് ആൽക്കൈൽ ഹാലൈഡ് ആണ്, എങ്ങനെയുള്ള ന്യൂക്ലിയോഫൈൽ ആണ് വരേണ്ടത്. സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ അത് പ്രോബബ്ലി SN2ൽ പെടും. വീക്ക് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ SN1 മെക്കാനിസം ആയിരിക്കും. SN2ൽ ഇൻവേർഷൻ നടക്കും, വാൾഡൻ ഇൻവേർഷൻ വിളിക്കും. SN1ൽ ലീവിംഗ് ഗ്രൂപ്പ് പോയ അതേ സൈഡിലൂടെയും ഓപ്പോസിറ്റ് സൈഡിലൂടെയും ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതിനാൽ അവർക്ക് ഇൻവേർഷനും നടക്കും, റിട്ടൻഷൻ നടക്കുന്നുണ്ട്, റെസിമൈസ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഓർഡർ എല്ലാം അവിടെ ഓർത്തിരിക്കണം. എലിമിനേഷൻ റിയാക്ഷൻ, ആൽക്കൈൽ ഹാലൈഡിലേക്ക് ആൽക്കഹോളിക് AOH ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യും, കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടും. അതിൽ ഓർത്തിരിക്കേണ്ടത് 2-ബ്രോമോ ബ്യൂട്ടേനെ ആൽക്കഹോളിക് AOH ഉപയോഗിച്ച് എലിമിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ബ്യൂട്ടീനും 2 ബ്യൂട്ടീനും പ്രോഡക്റ്റ് ആയിട്ട് വരും. അപ്പൊ അതിൽ 2 ബ്യൂട്ടീൻ മേജർ പ്രോഡക്റ്റ് ആണ്. കാരണം ഡബിൾ ബോണ്ടയിൽ കൂടുതൽ ബൾക്കിനെസ് ഉള്ള ആൽക്കീൻസുകൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ് അക്കോർഡിംഗ് ടു സെയ്റ്റ്സെഫ് റൂൾ. അപ്പൊ അവിടെ സെയ്റ്റ്സെഫ് റൂൾ എന്ന് പറയുന്ന റൂളും കൂടെ ഓർത്ത് വെച്ചേക്കുക, സെയ്റ്റ്സെഫ് റൂൾ. അപ്പൊ ഡബിൾ ബോണ്ട് കാർബണയിൽ മോർ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ അവർ മോർ സ്റ്റേബിൾ ആയിരിക്കും, കാരണം ഹൈപ്പർ കോൺജുഗേഷന്റെ എണ്ണം കൂടുതലാണ് ആയതിനാൽ. 2, റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ ഇവിടെ പഠിക്കേണ്ടത് വുഡ്സ് റിയാക്ഷൻ ആണ്. അത് നമ്മൾ ഹൈഡ്രോ കാർബണിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്.
2 molecules ഓഫ് ആൽക്കൈൽ ഹാലൈഡിലേക്ക് സോഡിയം ഡ്രൈ ഈതറും ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കൈൻസ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത്. അതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത റിയാക്ഷൻ ഹാലോ അരീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാലോ അരീൻസുകൾക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരിക്കലും നടക്കാറില്ല. കാരണം അരൈൽ ഹാലൈഡിലെ കാർബണും ക്ലോറിൻ ആറ്റത്തിന് അല്ലെങ്കിൽ ഹാലജൻ ആറ്റത്തിന് റെസൊണൻസ് ഉള്ളതിനാൽ കാർബൺ ഹാലജൻ ബോണ്ടിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയിരിക്കും കിട്ടുന്നത്. കാർബൺ ഹാലജൻ ബോണ്ട് ഇസ് ഹാവിംഗ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. അപ്പൊ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളതിനാൽ അരൈൽ ഹാലൈഡുകൾക്ക് സാധാരണ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാറില്ല. ഇനി ഇൻ കേസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തണമെന്നുണ്ട് എങ്കിൽ ഈ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഓർത്തോയിലോ പാരായിലോ ശക്തമായ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വെക്കണം. അപ്പോൾ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൽക്കൈൽ ഹാലൈഡുകൾക്ക് ഈ പറയുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നോർമൽ കേസിൽ അരൈൽ ഹാലൈഡിന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കില്ല. ബിക്കോസ് കാർബൺ ഹാലജൻ ബോണ്ട് ഇസ് ഹാവിംഗ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ബെൻസൈൽ കാർബോകാറ്റയോൺ ഫിനൈൽ കാർബോകാറ്റയോൺ ഈസ് അൺസ്റ്റേബിൾ ആണ്. കാർബൺ ക്ലോറിൻ ബോണ്ടിന് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഡിഫിക്കൽട്ട് ആണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറെ റീസണുകളുണ്ട്. ഇനി അപ്പൊ വിഡ്രോയിങ് ഗ്രൂപ്പ് ഓർത്തോയിലോ പാരായിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് റിയാക്ടിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണിത്. Which of the above molecule will be the most reactive towards aromatic nucleophilic substitution reaction? For usual case, aryl halide does not undergo nucleophilic substitution reaction. കാരണം കാർബൺ ഹാലജൻ ബോണ്ടിന് ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ഇനി അങ്ങനെ അവരെ അരൈൽ ഹാലൈഡിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തണമെന്നുണ്ട് എങ്കിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ ഓർത്തോയിലും പാരായിലും നല്ല സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സച്ച് നൈട്രോ ഗ്രൂപ്പ് ഒക്കെ വേണം. അപ്പൊ ഇതിലെ എളുപ്പമാണ്. ഒന്നാമത്തതിൽ ഒരു നൈട്രോ ഗ്രൂപ്പേ ഉള്ളൂ. രണ്ടാമത്തതിൽ 2 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമത്തതിൽ ഓർത്തോയിലും പാരായിലും 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. നാലാമത്തതിലാണെങ്കിൽ OH ഗ്രൂപ്പും ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. OCH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ല, ശക്തരായ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഓർത്തോയിലും പാരായിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അരൈൽ ഹാലൈഡുകൾക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഏറ്റവും റിയാക്റ്റീവ് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ 3 തന്നെയാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്തു പഠിക്കേണ്ടത്. ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അരൈൽ ഹാലൈഡുകൾ ഇപ്പൊ ക്ലോറോബെൻസീൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ക്ലോറോബെൻസീനിലേക്ക് നമ്മൾ വീണ്ടും ഒരു ക്ലോറിൻ ആഡ് ചെയ്യുകയാണ്. അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഒരു ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ക്ലോറോബെൻസീൻ എന്ന് പറയുന്നത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഇറ്റ്സ് എൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ ക്ലോറിന്റെ ഓർത്തോ പൊസിഷനിലോ അല്ല എങ്കിൽ ക്ലോറിന്റെ പാരാ പൊസിഷനിലോ മറ്റൊരു ക്ലോറിനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിക്കും. അപ്പം ഓർത്തോ ഡൈക്ലോറോ ബെൻസീനും പാരാ ഡൈക്ലോറോ ബെൻസീനും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെ ഹാലജനേഷൻ ഉണ്ട്, സൾഫനേഷനും നൈട്രേഷനും ഫ്രെൽ ക്രാഫ്റ്റ് റിയാക്ഷനും എല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്ത് പഠിക്കുക. റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഇവിടെ നമ്മൾ പഠിക്കുന്ന റിയാക്ഷനാണ് ഫിറ്റിക് റിയാക്ഷൻ ആൻഡ് വുഡ് ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വ്യത്യാസം എന്ന് പറയുന്നത് ഫിറ്റിക് റിയാക്ഷൻ ആണ് എങ്കിൽ 2 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡിന് പകരം ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അരൈൽ ഹാലൈഡും സോഡിയം ഡ്രൈ ഈതറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതാണ് ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷൻ ആണെങ്കിൽ 2 മോളിക്യൂൾ അരൈൽ ഹാലൈഡ് സോഡിയത്തിന്റെയും ഡ്രൈ ഈതറിന്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യും. നമ്മൾ വുഡ്സ് റിയാക്ഷൻ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. വുഡ്സ് റിയാക്ഷൻ ആണെങ്കിൽ ഒരു ആൽക്കൈൽ ഹാലൈഡും 2 ആൽക്കൈൽ ഹാലൈഡ് ആയിരുന്നു. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണെങ്കിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഒരു അരൈൽ ഹാലൈഡുമാണ്. ഫിറ്റിക് റിയാക്ഷൻ ആണെങ്കിൽ 2 ആൽക്കൈൽ ഹാലൈഡ് സോഡിയത്തിന്റെയും ഡ്രൈ ഈതറിന്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബണുകൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഒരു ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് വീക്കസ്റ്റ് കാർബൺ ക്ലോറിൻ ബോണ്ട്? താഴെ കൊടുത്തിരിക്കുന്നതിൽ വീക്കസ്റ്റ് കാർബൺ ക്ലോറിൻ ബോണ്ട് ഉള്ളത് ആരൊക്കെയാണ്? വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl. രണ്ടാമത്തത് ക്ലോറോബെൻസീൻ. മൂന്നാമത്തത് ക്ലോറോബെൻസീൻ അതിൽ തന്നെ 1 ബ്രോമോ 2 ക്ലോറോബെൻസീൻ. നാലാമത്തത് സൈക്ലോപെൻറ്റേൻ, ക്ലോറോസൈക്ലോപെൻറ്റേൻ.
ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇതിലെല്ലായിടത്തും ഹാലജൻ ആറ്റം കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ഹിയർ ഇറ്റ് ഇസ് sp2 hybridized, here also sp2 hybridized, and these two cases it is sp2 hybridized, but here it will be sp3 hybridized. ശരിയല്ലേ? അപ്പോൾ റിയാക്ടിവിറ്റി പറയുമ്പോൾ sp2ഉം sp3ഉം എടുത്തിട്ടുണ്ട് എങ്കിൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ sp3ക്ക് തന്നെയാണ്. ഇവിടെ എല്ലാം വേറെ റീസൺ പറയാം. ഇവിടെ വിനൈൽ ക്ലോറൈഡ് ആണെങ്കിലും ക്ലോറോബെൻസീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഡബിൾ ബോണ്ട് കാർബണയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഹാലജൻ ആറ്റം. അപ്പോൾ അവിടെ റെസൊണൻസ് ഇഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെസൊണൻസ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് കാർബൺ ക്ലോറിൻ ബോണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയിരിക്കും. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണ്. ഹെൻസ് അവിടെ എല്ലാം ഡിഫിക്കൽട്ട് ആണ് ക്ലീവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ റിയാക്ടിവിറ്റി കുറവായിരിക്കും. അപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. റിയാക്ടിവിറ്റി മീൻസ് അവർക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ വീക്കസ്റ്റ് അത് സ്ട്രോങ് ആണ്, റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ അവർക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്ട്രോങ് ആണത്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ ബോണ്ട് അല്ലേ, സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും എടുക്കുകയാണെങ്കിൽ പൊട്ടിക്കാനായിട്ട് എളുപ്പം സിംഗിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് കുറച്ചും കൂടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളത് അത് പൊട്ടിക്കാനായിട്ട് കുറച്ചുകൂടെ പാടായിരിക്കും. അവര് സ്ട്രോങ് ആണ്, ഇത് വീക്കാണ്. കാർബൺ ക്ലോറിൻ ബോണ്ട് വീക്ക് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ 4 ആണ്. ബിക്കോസ് 4ന് സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ആണ്, 1നും 2നും 3ക്കും ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ആയ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആൽക്കഹോൾ, ഫീനോൾസ്, ഈതറിൽ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പ്രിപ്പറേഷൻ ആണ് ഹൈഡ്രോ കാർബൺ, അതായത് ആൽക്കീൻസുകളുടെ ഹൈഡ്രേഷൻ റിയാക്ഷൻ. ആൽക്കീൻസിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് H ഒരു കാർബണിലേക്കും OH മറ്റൊരു കാർബണിലേക്കും ആഡ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് ആൽക്കഹോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തത് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആയിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. ഓക്സി മെർക്കുറേഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ഇവരെല്ലാം ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ നടത്തുന്ന റിയാക്ഷൻ ആണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. അപ്പൊ ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്സി മെർക്കുറേഷൻ, ഹൈഡ്രോബോറേഷൻ, ആന്റി മാർക്കോണിക്കോഫ് റൂള് അനുസരിച്ചായിരിക്കും ഇവിടെ വാട്ടർ ആഡ് ചെയ്യേണ്ടത്. അടുത്തത് കാർബണൈൽ കോമ്പൗണ്ട്. ഇത് ആൽഡിഹൈഡിന്റെ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. ആൽഡിഹൈഡിനെയും കീറ്റോണുകളെയും റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോൾ ആക്കി മാറ്റാൻ പറ്റും. ആൽഡിഹൈഡിനെയും കീറ്റോണുകളെയും റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നത്. കീറ്റോണുകൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നത്. അടുത്തത് കാർബോക്സിലിക് ആസിഡിനെയും എസ്റ്ററിനെയും റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അത് രണ്ടാമത്തെ റിയാക്ഷൻ. 3 ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഫോർമാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അതർ ആൽഡിഹൈഡ്, മറ്റേത് ആൽഡിഹൈഡിലേക്കും ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നത്. ഓൾ കീറ്റോൺസ് ഏത് കീറ്റോണിലേക്കും ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ യു വിൽ ഗെറ്റ് എ ടെറിഷറി ആൽക്കഹോൾ. അപ്പൊ ഫോർമാൽഡിഹൈഡിൽ നിന്ന് പ്രൈമറി ആൽക്കഹോൾ, other aldehyde will give secondary alcohol, ketones will give tertiary alcohol. അപ്പോൾ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ഈ 3 എണ്ണമാണ്. ഇനി ഫീനോളിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യത്തെ ഡോസ് പ്രോസസ് ആണ്. ഇത്രയേ ഉള്ളൂ. ക്ലോറോബെൻസീനിലേക്ക് NaOH ആഡ് ചെയ്യുകയാണ്. 623 കെൽവിൻ ടെമ്പറേച്ചറിലും 300 അറ്റ്മോസ്ഫിയർ പ്രഷറിലും NaOH ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് OH മാറ്റിയിട്ട് അവിടെ Cl മാറ്റി അവിടെ OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിനാണ് ഡോസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. 2 ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ വാം വാട്ടർ ഉപയോഗിച്ച് ചൂടാക്കിയാണ് ഫീനോൾ ഫോം ചെയ്യും. നമുക്ക് ഫീനോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്, അത് അമീൻസിന്റെ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. 3 ബെൻസീൻ സൾഫോണിക് ആസിഡിലേക്ക് NaOH ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദ്യം സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യും. സോഡിയം ഫിനോക്സൈഡിലേക്ക് ഡയലൂട്ട് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ഫീനോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 4 ക്യുമീൻ അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ അല്ലെങ്കിൽ ക്യുമീനിലേക്ക് എയർ ഓക്സിഡേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് ഫോം ചെയ്യും. ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡിനെ
ആസിഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അസറ്റോണിനോടൊപ്പം ഫീനോളും കിട്ടും. അപ്പൊ അവിടെ ഫീനോൾ മാത്രമല്ല കിട്ടുന്നത്, അസറ്റോണും അതോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അസറ്റോണിന്റെ പ്രിപ്പറേഷനും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ബെൻസീന്റെ 4 പ്രിപ്പറേഷൻ ആണ്. ഒന്നാമത്തത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡോസ് പ്രോസസ്, ഹാലോ അരീൻസ് എന്നുള്ള പ്രിപ്പറേഷൻ. രണ്ടാമത്തത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ. 3 ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നുള്ള പ്രിപ്പറേഷൻ. 4 ക്യുമീൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ഇതൊരു പ്രിപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്യുമീൻ ഓൺ ഓക്സിഡേഷൻ വിത്ത് എയർ. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ, CH3 CH3. എയർ ഓക്സിഡേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത് ക്യുമീൻ പെറോക്സൈഡ് ആയിട്ട് മാറും. CH3OOH എന്ന് പറയുന്ന ക്യുമീൻ പെറോക്സൈഡ് ആയിട്ട് മാറും. ക്യുമീൻ പെറോക്സൈഡിലേക്ക് ഹൈഡ്രോളിസിസ് നടത്തുകയാണ്, അസിഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത് CH3COCH3 എന്ന് പറയുന്ന അസറ്റോണും കിട്ടും. ഇതോടൊപ്പം ഫീനോളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അസറ്റോൺ പ്ലസ് ഫീനോൾ. ഓപ്ഷൻ 3 ആണ് ആൻസർ. എളുപ്പമുള്ളൊരു ചോദ്യമാണ്, പ്രിപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ആദ്യത്തത് മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ആൽക്കഹോൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇനി പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇതിൽ പ്രൈമറി ആൽക്കഹോളിന് അസിഡിക് ക്യാരക്ടർ കൂടുതലാണ്, സെക്കൻഡറി ആൽക്കഹോൾ അതിനുശേഷം ഏറ്റവും കുറവ് അസിഡിക് ക്യാരക്ടറാണ് ടെറിഷറി ആൽക്കഹോളിന് വരേണ്ടത്. ഇതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് ഫീനോളും എത്തനോളും എടുത്തിട്ടുണ്ട് എങ്കിൽ, അതായത് നോർമലായ അലിഫാറ്റിക് ആൽക്കഹോളും ഫീനോളും എടുത്തിട്ടുണ്ട് എങ്കിൽ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ അലിഫാറ്റിക് ആൽക്കഹോൾ. ഫോർ എക്സാമ്പിൾ, അലിഫാറ്റിക് ആൽക്കഹോൾ എത്തനോളും ഫീനോളും എടുത്തിട്ടുണ്ട് എങ്കിൽ എത്തനോളിന് അസിഡിക് ക്യാരക്ടർ കുറവായിരിക്കും ഫീനോളിനെക്കാട്ടിലും. ഫീനോളിനെക്കാട്ടിലും അസിഡിക് ക്യാരക്ടർ കുറച്ച് കുറവായിരിക്കും. കാരണം ഫീനോക്സൈഡ് അയോണിന് റെസൊണൻസ് സ്റ്റെബിലിറ്റി കൂടുതലായതിനാൽ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ എത്തനോൾ. ഇപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണിത്. ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ എത്തനോൾ, ശരിയാണ്. ഫീനോക്സൈഡ് അയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഇത്തോക്സൈഡ് അയോൺ, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇപ്പൊ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ നോർമൽ അലിഫാറ്റിക് ആൽക്കഹോൾ, ഫീനോക്സൈഡ് അയോൺ ഈസ് മോർ റെസൊണൻസ് സ്റ്റേബിലൈസ്ഡ് ദാൻ നോർമൽ ആൽക്കോക്സൈഡ് അയോൺ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ 1 ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഇനി ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടുള്ള റിയാക്ഷൻ ഒക്കെ പറയുമ്പോൾ അതാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി ആൽക്കഹോളിനെയും ടെറിഷറി ആൽക്കഹോളിനെയും സെക്കൻഡറി ആൽക്കഹോളിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റും കൂടിയാണ്. ടെറിഷറി ആൽക്കഹോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർബിഡിറ്റി തരുമ്പോൾ പ്രൈമറി ആൽക്കഹോൾ ടെർബിഡിറ്റി തരില്ല, സെക്കൻഡറി ആൽക്കഹോൾ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിലായിരിക്കും ടെർബിഡിറ്റി തരുന്നത്. അപ്പൊ അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ടെസ്റ്റും കൂടിയാണ് ഇത്, അത് ഓർത്ത് വെച്ചേക്കുക. അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ എല്ലാം പറയുന്നുണ്ട്. അതിലെ 2 പ്രധാനപ്പെട്ട റിയാക്ഷനാണ് കോൾബ് റിയാക്ഷനും റീമർ ടീമൻ റിയാക്ഷനും. കോൾബ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീനോളിൽ നിന്ന് സാലിസിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ്. ഫീനോളിൽ നിന്ന് സാലിസിൽ ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് റീമർ ടീമൻ റിയാക്ഷൻ. രണ്ടും ഒരു തരത്തിൽ അരോമാറ്റിക് ആയിട്ടുള്ള റിയാക്ഷന്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഈഥറിലേക്ക് വരികയാണെങ്കിൽ ഈഥർ പൊതുവെ തന്നെ റിയാക്ഷനുകളും അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും വളരെ കുറവാണ്. ഇപ്പൊ ഈഥറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ എത്തനോളിനെ 443 കെൽവിനിലാണ് എങ്കിൽ അത് കറസ്പോണ്ടിങ് ആൽക്കീൻ ആയിട്ട് മാറും. ഇത് 413 കെൽവിനിൽ ഹീറ്റ് ചെയ്യും. ടെമ്പറേച്ചർ നോക്കിയിട്ട് എഴുതാവുള്ളൂ. 443 ആണെങ്കിൽ അത് ഈഥീൻ ആയിട്ട് മാറും. ഡീഹൈഡ്രേഷൻ നടക്കും, ശരിയല്ലേ? ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഇവിടെ 443 അല്ല 413 കെൽവിൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ 2 മോളിക്യൂൾസുകൾ ചേർന്ന് ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് ഈഥറായ ഡൈ ഈഥൈൽ ഈഥർ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ അതിനെ വില്യംസൺസ് ഈഥർ സിന്തസിസ് എന്ന് വിളിക്കും. ആൽക്കൈൽ ഹാലൈഡിലേക്ക് ഒരു ആൽക്കോക്സൈഡ് അയോൺ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ NaX എലിമിനേറ്റ് ചെയ്ത ശേഷം അവിടെ ഒരു ഈഥർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വില്യംസൺസ് ഈഥർ സിന്തസിസ് എന്നാണ് ഈ റിയാക്ഷനെ പറയുന്നത് തന്നെ. കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് എത്തുകയാണെങ്കിൽ ഈഥറുകളുടെ ഏറ്റവും വലിയ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് HX-ഉമായിട്ടുള്ള റിയാക്ഷൻ. പർട്ടിക്കുലർലി HI-യുമായിട്ടുള്ള റിയാക്ഷനാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കാർബണിനും ഓക്സിജനും ഇടയ്ക്കുള്ള ബോണ്ട് ക്ലീവ് ചെയ്യുന്ന തരത്തിലുള്ള റിയാക്ഷനാണ്. ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, CH3 CH CH3 OCH2 CH3 ഈ കോമ്പൗണ്ടിലേക്ക് HX ആഡ് ചെയ്തു.
XX ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിജന്റെ ലോൺ പെയർ ഇലക്ട്രോണിലേക്ക് H വന്ന് ബോണ്ട് ചെയ്തു. അതിനുശേഷം OH ആ ഓക്സിജൻ കാർബൺ ബോണ്ട് ക്ലീവ് ചെയ്തു, അങ്ങോട്ടേക്ക് വന്ന് അയഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കറസ്പോണ്ടിങ് അയഡ് ഡെറിവേറ്റീവും ആൽക്കഹോളും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ടെറിഷറി കാർബോക്യാറ്റോൺ കിട്ടുന്ന ചോദ്യങ്ങളാണ് എങ്കിൽ ടെറിഷറി കാർബോക്യാറ്റോൺ കിട്ടി അവിടേക്കായിരിക്കും അയഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ അയഡിൻ ഏത് ഓക്സിജന്റെ ഏത് സൈഡിലാണോ ഏറ്റവും ലീസ്റ്റ് കാർബൺ ഉള്ള അല്ലെ ഏറ്റവും ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത് അതോടൊപ്പമായിരിക്കും സാധാരണ അയഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാറുള്ളത്. അത് റിയാക്ഷൻ 3 എണ്ണമായിട്ട് ടെക്സ്റ്റിൽ ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിട്ടാണ്, അതുകൂടെ ചേർത്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ഇത്രയാണ് ആൽക്കഹോളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. പ്രിപ്പറേഷൻ തന്നെ ഒരുപാട് എണ്ണം ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും അത്ര തന്നെ എണ്ണമുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തത് ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഒന്ന് ആൽക്കീൻസിന്റെ റിഡക്റ്റീവ് ഓസ്നോളിസിസ് ആണ്. ഇത് നിങ്ങൾ ഹൈഡ്രോ കാർബണിന്റെ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. ആൽക്കീൻസിനെ റിഡക്റ്റീവ് ഓസ്നോളിസിസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. O3 സിങ്ക് വാട്ടറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിച്ചു. രണ്ടാമത്തത് ആൽക്കൈൻസ് എന്നുള്ള പ്രിപ്പറേഷൻ, ഇതും ഹൈഡ്രോ കാർബണിന്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് വാട്ടർ. ആദ്യത്തെ സ്റ്റെപ്പിൽ ഈനോൾ കിട്ടി അവരെ ടോട്ടോമറൈസ് ചെയ്ത് ആൽഡിഹൈഡും കീറ്റോണും ആക്കുന്നത് അവിടെ പഠിച്ച റിയാക്ഷൻ ആണ്. ഇനി ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. അപ്പൊ ആൽക്കഹോളിലേക്ക് മൈൽഡ് ഓക്സിഡൈസിങ്, പ്രൈമറി ആൽക്കഹോളിലേക്ക് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽഡിഹൈഡ് കിട്ടും. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് പകരമായിട്ട് നിങ്ങൾക്ക് കോപ്പർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്താലും മതി. ഇനി സെക്കൻഡറി ആൽക്കഹോളിലേക്ക് മൈൽഡോ സ്ട്രോങ്ങോ ഓക്സിഡൈസിങ് ഏജന്റ് ആഡ് ചെയ്താൽ കീറ്റോൺ കിട്ടും. ഓർ യു ക്യാൻ യൂസ് ഡീഹൈഡ്രേഷന് വേണ്ടി കോപ്പർ പൗഡർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാനും സാധിക്കും. ആൽഡിഹൈഡിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ആസിഡ് ക്ലോറൈഡിൽ നിന്നുള്ള റോസൻമണ്ട്സ് റിഡക്ഷൻ. ആസിഡ് ക്ലോറൈഡിലേക്ക് പലേഡിയം ബേരിയം സൾഫേറ്റും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അത് രണ്ടാമത്തത് സയനൈഡ് RCN എന്ന് പറയുന്ന സയനൈഡിനെ RCHO ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് SnCl2 HCl ഉപയോഗിച്ചിട്ടുണ്ട് ഹൈഡ്രോളിസിസ് നടത്തിയാൽ അത് സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. ഇനി SnCl2ന്റെ പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കാം. നമ്മൾ അതിനെ ഡൈബാൽ H എന്ന് വിളിക്കും. ഇനി എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആൽഡിഹൈഡും ആൽക്കഹോളും കിട്ടും. RCOOR'. ഈ എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ഡൈബാൽ H ഉപയോഗിച്ച്. RCHO എന്ന് പറയുന്ന ആൽഡിഹൈഡും കിട്ടും, R'OH എന്ന് പറയുന്ന ആൽക്കഹോളും അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അടുത്തതാണ് ഇറ്റാഡ് റിയാക്ഷൻ. ഇതൊരു നീറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്, 2020 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബെൻസാൽഡിഹൈഡിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ടോളുവീനിലേക്ക് ക്രോമൈൽ ക്ലോറൈഡും കാർബൺ ഡൈ സൾഫൈഡും ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ക്രോംപ്ലെക്സ് ഫോം ചെയ്യുന്നുണ്ട്. ബെൻസിൻ റിംഗിൽ CHOCrOH Cl2 ട്വൈസ് എന്ന് പറയുന്ന കോംപ്ലക്സും അതിനെ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെൻസാൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത്തതും ഇതേപോലെ തന്നെ ക്രോമിയം ഓക്സൈഡും അസറ്റിക് ആൻഹൈഡ്രൈഡും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു കോംപ്ലക്സ് കിട്ടും. ഇതിനെയും ഹൈഡ്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ബെൻസാൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അടുത്തതാണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അതായത് കൊമേഴ്ഷ്യൽ ആയിട്ട് ബെൻസാൽഡിഹൈഡിനെ മാനുഫാക്ചർ ചെയ്യുന്ന റിയാക്ഷനും കൂടിയാണ്. ഹാലജൻ ബെൻസീൻ ടൊളുവീനിലേക്ക് ക്ലോറിനും സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബെൻസാൽ ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ബെൻസാൽ ക്ലോറൈഡിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 2 ക്ലോറിൻ മാറി വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അടുത്തതാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ബെൻസീനിലേക്ക് കാർബൺ മോണോക്സൈഡും ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെൻസീൻ റിംഗിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഒരു CHO ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഇത്രയും പ്രിപ്പറേഷൻ ആൽഡിഹൈഡിന് വേണ്ടി മാത്രമുള്ളതാണ്. കീറ്റോണുകൾക്ക് വേണ്ടി 3 പ്രിപ്പറേഷനേ ഉള്ളൂ. ഒന്ന് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ, ഇത് ഹൈഡ്രോ കാർബണിൽ പഠിച്ചിട്ടുള്ളതാണ്. 2 ഗ്രിഗ്നാർഡ് റിയേജന്റിലേക്ക് സയനൈഡ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് കീറ്റോൺ ആയിരിക്കും. 3 ഡൈആൽക്കൈൽ കാഡ്മിയത്തിലേക്ക് ആസിഡ് ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന പ്രോഡക്റ്റ് കീറ്റോൺ തന്നെയായിരിക്കും. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ സാധാരണയായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പറഞ്ഞ ആൽഡിഹൈഡ് ആണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എടുത്ത് നോക്കുമ്പം ആസിഡിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, അതിനുശേഷം ആൽക്കഹോളിനാണ്, പിന്നീട് കീറ്റോൺ, അതിനുശേഷം ആൽഡിഹൈഡ്, പിന്നീട്
ഈഥറുകൾ, അതിനുശേഷം ഹൈഡ്രോ കാർബൺ. ആ ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. കാരണം ആൽഡിഹൈഡിലും കീറ്റോണിലും ഡൈപോൾ ഇന്ററാക്ഷൻസ് ആണ് ഉള്ളത്. സോലിബിലിറ്റി ആണ് എങ്കിൽ ലോവർ മെമ്പേഴ്സ് ഓഫ് ആൽഡിഹൈഡ്സിനും കീറ്റോണുകൾക്കും വെള്ളത്തിൽ നല്ലതായിട്ട് സോലിബിൾ ആകും. കാരണം അവർക്ക് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വാട്ടറുമായിട്ട് ഫോം ചെയ്യാൻ പറ്റും. കാർബണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രോഫോബിക് ആകുന്നതിനാൽ അവർക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. ആയതിനാൽ വെള്ളത്തിൽ ഇൻസോലിബിൾ ആയിരിക്കും. സോലിബിലിറ്റി. കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അതിൽ തന്നെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനകത്ത് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. HCN അഡീഷൻ നടത്തുമ്പോൾ സയനോഹൈഡിൻ കിട്ടുന്നത്, സോഡിയം ബൈ സൾഫൈറ്റിന്റെ അഡീഷൻ ഉണ്ട്, ആൽക്കഹോളിന്റെ അഡീഷൻ, ഗ്രിഗ്നാർഡ് റിയേജന്റ് അഡീഷൻ, പിന്നുള്ളത് അമോണിയയോ അമോണിയ ഡെറിവേറ്റീവ്സിന്റെ അഡീഷൻ. അതിനെ നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഒരു ആൽഡിഹൈഡും കീറ്റോണും എടുത്തിട്ടുണ്ട് എങ്കിൽ എപ്പോഴും ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ റേറ്റ് കൂടുതൽ ആൽഡിഹൈഡിലായിരിക്കും. കാരണം കീറ്റോണിന് സ്റ്റെറിക് ഇഫക്റ്റ് കൂടുതലാണ്, പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലായതിനാൽ ഇലക്ട്രോഫിലിസിറ്റി ഡിക്രീസ് ചെയ്യുന്നതിനാൽ കീറ്റോണുകൾക്ക് റിയാക്ടിവിറ്റി കുറവായിരിക്കും ആൽഡിഹൈഡിനെക്കാട്ടിലും. ആ ഒരു കൺസെപ്റ്റ് അവിടെ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. ഇനി ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റിയാക്ഷനാണ് അമോണിയയും അമോണിയയുടെ ഡെറിവേറ്റീവ്സുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരു റിയാക്ഷനാണ് കാർബണൈൽ കോമ്പൗണ്ട്. കാർബണൈൽ കോമ്പൗണ്ടിലേക്ക് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ആഡ് ചെയ്യാണ്. 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിലും നാലാമത്തേതിലും നൈട്രോ ഗ്രൂപ്പ് ഉള്ളത് 1, 2, 3, 4 NH2 ഇത് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ഓറഞ്ച് യെല്ലോ കളറിലെ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. 2,4-DNP ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമാണിത്. ഇത് ദ കോമ്പൗണ്ട് ദാറ്റ് ഗീവ്സ് 2,4-DNP ടെസ്റ്റ് ഈസ്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആൽഡിഹൈഡും കീറ്റോണുകളും തരുന്ന ടെസ്റ്റാണ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആൽഡിഹൈഡിനെ കീറ്റോണിന്റെയും അടുത്ത റിയാക്ഷനാണ് ക്ലെമൻസൺ റിഡക്ഷൻ ആൻഡ് വോൾഫ്കിഷ്നർ റിഡക്ഷൻ. കാർബണൈൽ കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കാർബണൈൽ കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് ആൽക്കേനുകളാക്കി മാറ്റാനായിട്ട് പറ്റും. CH3, CH2, CH3 ആക്കി മാറ്റാൻ പറ്റും. ഉപയോഗിക്കുന്ന റിയേജന്റ് ക്ലെമൻസൺ റിഡക്ഷൻ ആണ് എങ്കിൽ സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl-ഉമാണ്. വോൾഫ്കിഷ്നർ റിഡക്ഷൻ ആണ് എങ്കിൽ ഹൈഡ്രസീനും എത്തിലീൻ ഗ്ലൈക്കോളുമാണ്. ഹൈഡ്രസീൻ, എത്തിലീൻ ഗ്ലൈക്കോൾ, KOH ഇവരുടെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് വോൾഫ്കിഷ്നർ റിഡക്ഷൻ ആയിരിക്കും. അപ്പൊ റിഡക്ഷൻ റിയാക്ഷൻ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റെഡ്യൂസ് ചെയ്ത് ആൽക്കേനാക്കി മാറ്റുന്ന റിയാക്ഷനാണ്. ഓക്സിഡേഷൻ റിയാക്ഷനിൽ ആൽഡിഹൈഡ് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഓക്സിഡേഷൻ നടന്ന് കറസ്പോണ്ടിങ് ആസിഡ് ആയിട്ട് മാറും. കീറ്റോണുകളാണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കാറില്ല. അത് തന്നെയാണ് അവരുടെ ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റുകളായ ടോളറൻസും ഫെല്ലിങ്സ് ടെസ്റ്റിലും പറയുന്നത്. ടോളറൻസ് ടെസ്റ്റിൽ ആൽഡിഹൈഡ് അരോമാറ്റിക്കോ അലിഫാറ്റിക് ആൽഡിഹൈഡ് ഓക്സിഡേഷൻ നടക്കുന്ന സിൽവർ മിറർ പ്രൊഡ്യൂസ് ചെയ്യും. ഫെല്ലിങ്സ് ടെസ്റ്റ് ആണെങ്കിൽ ബ്രിക്ക് റെഡ് കളർ ഓഫ് കോപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് അരോമാറ്റിക് ആൽഡിഹൈഡ് ഇല്ല, അലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രം. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണിത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഫെല്ലിങ്സ് ടെസ്റ്റ്? ഫെല്ലിങ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് അലിഫാറ്റിക് തരും, അരോമാറ്റിക് തരത്തില്ല. അരോമാറ്റിക് ഇതാണെങ്കിൽ അരോമാറ്റിക് ആൽഡിഹൈഡ് ആണ്, കീറ്റോൺ ആണ്, ഇവർക്ക് ഫെല്ലിങ്സ് ടെസ്റ്റേ കിട്ടത്തില്ല. ഇത് അരോമാറ്റിക് ആൽഡിഹൈഡ്, ഇത് അലിഫാറ്റിക് ആൽഡിഹൈഡ്. അരോമാറ്റിക് ആൽഡിഹൈഡ് തരത്തില്ല, അലിഫാറ്റിക് ആൽഡിഹൈഡ് തരും. ശരിയല്ലേ? അടുത്തത് രണ്ടാമത്തെ ആണെങ്കിൽ ഒന്ന് അരോമാറ്റിക് ആൽഡിഹൈഡ്, അടുത്തത് അരോമാറ്റിക് കീറ്റോൺ. ഒന്നാമത്തെ ആണെങ്കിൽ രണ്ടും അലിഫാറ്റിക് ആൽഡിഹൈഡാണ്. അപ്പൊ ഫെല്ലിങ്സ് ടെസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നിന് റിയാക്ഷൻ നടക്കരുത്, ഒന്നിന് റിയാക്ഷൻ നടക്കണം. അങ്ങനത്തെ ഏതെന്നായിരുന്നു ചോദ്യം. ഐഡോഫോം ടെസ്റ്റ്. മീഥൈൽ കീറ്റോണുകൾ അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് ഉള്ള CO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളിലേക്ക് സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും അതോടൊപ്പം തന്നെ ഐഡോഫോമും കിട്ടും. ആ റിയാക്ഷനാണ് നമ്മൾ ഐഡോഫോം ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൽഡോൾ കണ്ടൻസേഷൻ ആണ് എങ്കിൽ ആൽഫ ഹൈഡ്രജനാറ്റമുള്ള രണ്ട് ആൽഡിഹൈഡുകളോ രണ്ട് കീറ്റോണുകളോ ഡയലൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ തരുന്ന റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. അത് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഇനി ആൽഫ ഹൈഡ്രജനാറ്റം ഇല്ലാത്ത രണ്ട് ആൽഡിഹൈഡുകൾ കാനിസാരോ റിയാക്ഷൻ ആണ് തരുന്നത്. അത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആൽക്കഹോളായിട്ട് മാറും, ഒന്ന് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ആ റിയാക്ഷനെ നമ്മൾ കാനിസാരോ റിയാക്ഷൻ വിളിക്കും. ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ ആയതിനാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ മെറ്റാ പൊസിഷനിലായിരിക്കും
പുതിയതായിട്ട് വരുന്ന ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ പ്രിപ്പറേഷൻ പ്രൈമറി ആൽക്കഹോളിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് സയനൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ആൽക്കൈൽ ബെൻസീനെ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ നടത്തിയാൽ ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. 4 ഗ്രിഗ്നാർഡ് റിയേജന്റിലേക്ക് ഡ്രൈ ഐസും കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസിസ് നടത്തിയാലും ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ 4 പ്രിപ്പറേഷൻ ഉണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് അസിഡിക് ക്യാരക്ടർ. അതിൽ തന്നെ ഓർത്തു വെക്കേണ്ടത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുകയും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അസിഡിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനെ എംഫസൈസ് ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ ആണ് കാർബോക്സിലിക് ആസിഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനോടൊപ്പം ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു ചോദ്യമാണ് ClCH2COH is more acidic than CH3COH. കാരണം Cl-ന് -I ഇഫക്റ്റ് ഉണ്ട്. ഡ്യൂ ടു -I ഇഫക്റ്റ് നേച്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഡിക്രീസസ് അല്ല ഇൻക്രീസസ് ആണ് വരേണ്ടിയിരുന്നത്. അപ്പൊ അസർഷൻ ശരിയാണ്, അസർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അസർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. -I ഇഫക്റ്റ് അല്ലെങ്കിൽ വിഡ്രോയിങ് ഇഫക്റ്റ് ആസിഡിക് ക്യാരക്ടറിനെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്, കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അടുത്ത റിയാക്ഷൻ ആസിഡും ആൽക്കഹോളും ഒരു H+ പോലത്തെ മിനറൽ ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്റ്റർ ഫോം ചെയ്യാൻ പറ്റും. കാർബോക്സിലിക് ആസിഡിലേക്ക് PCl5O PCl3O SOCl2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസിഡ് ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതേപോലെ റിയാക്ഷൻ ആണ് കാർബോക്സിലിക് ആസിഡിലേക്ക് അമോണിയ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമോണിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് അമൈഡ് കിട്ടും. അത് ഒരു റിയാക്ഷൻ ആണ് റിഡക്ഷൻ ഓഫ് ആൽക്കഹോൾ. റിഡക്ഷൻ ടു ആൽക്കഹോൾ കാർബോക്സിലിക് ആസിഡിലേക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ ഡൈബോറേനോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡിലെ ഈ CO ഗ്രൂപ്പ് മാറി അത് CH2 ഗ്രൂപ്പ് ആയിട്ട് മാറും, പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറും. സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. അടുത്ത റിയാക്ഷൻ ആണ് ഡീകാർബോക്സിലേഷൻ. ഈ സെയിം റിയാക്ഷൻ തന്നെ നമ്മൾ ഹൈഡ്രോ കാർബണിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിലേക്ക് സോഡ ലൈം ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സോഡിയം കാർബണേറ്റ് എലിമിനേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ കറസ്പോണ്ടിങ് ആൽക്കെയിൻ ഇവിടെ ബെൻസീൻ ആണ് കിട്ടുന്നത്. പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ് അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് HVZ റിയാക്ഷൻ, ഹെൽ വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ. ആൽഫ ഹാലജനാറ്റം ഉള്ള കാർബണൈൽ കോമ്പൗണ്ട് ആൽഫ ഹൈഡ്രജനാറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡിലേക്ക് ഹാലജനും റെഡ് ഫോസ്ഫറസും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽഫ പൊസിഷനിലെ ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന റിയാക്ഷനാണ് HVZ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതൊരു ചോദ്യമാണ്. ബെൻസോയിക് ആസിഡിലേക്ക് അമോണിയ ആഡ് ചെയ്തു, BA എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടി. അതിനെ ഹീറ്റ് ചെയ്തു, B കിട്ടി. BTയിലേക്ക് P2O5 ആഡ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ മറ്റൊരു പ്രോഡക്റ്റ് അതിലെ ഡൈബാൽ H ആഡ് ചെയ്തിട്ട് D എന്ന പ്രോഡക്റ്റ് കിട്ടി. D എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ബെൻസോയിക് ആസിഡ് C6H5COOH. ബെൻസോയിക് ആസിഡിലേക്ക് അമോണിയ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദ്യം അമോണിയം ബെൻസോയേറ്റ് ഫോം ചെയ്യും, COONH4. ഇതിനെ ഹീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് അമൈഡ് കിട്ടും, CONH2 കിട്ടി. ഇനി P2O5 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്, എഗെയിൻ വാട്ടർ എലിമിനേറ്റ് ചെയ്തു, കറസ്പോണ്ടിങ് സയനൈഡ് നിങ്ങൾക്ക് കിട്ടും. ഇനി സയനൈഡിനെ ഡൈബാൽ H ഉപയോഗിച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചു, അതിനുശേഷം ഹൈഡ്രോളിസിസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ സയനൈഡ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ടാണ് മാറേണ്ടത്, CHO ഗ്രൂപ്പ് ആയിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ ആൻസർ ഏതായിരിക്കും? ബെൻസീൻ റിങ്ങിൽ CHO ഗ്രൂപ്പ് വരുന്ന B2 എന്നുള്ളതായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ഒരിക്കലും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാറില്ല. കാരണം അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, അത് ഹാലജനേഷനും സൾഫണേഷനും നൈട്രേഷനും. ഫിഡൽകാഫ്റ്റ് റിയാക്ഷൻ മാത്രം നടക്കാറില്ല, കാരണം അവർ അലുമിനിയം ക്ലോറൈഡുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഇത്രയും കാര്യമായിരുന്നു ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്നുള്ള ഈ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് 4 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒന്ന് ഹൈഡ്രോ കാർബൺ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫിനോൾസ്, ഈതർ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്.